ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു ഡാസ്ലർ ലിപ്സ്റ്റിക് കളക്ഷൻ വീഡിയോ ആണ്. എൻ്റെ കയ്യിലുള്ള 5 ഷെയ്ഡ്സ് ഓഫ് ഡാസ്ലർ ഓൾ ഡേ ലിപ് കളറിന്റെ ഒരു വീഡിയോ ആണ്. ഹോൾ വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. നമുക്കപ്പോൾ ഓരോ ഷെയ്ഡായിട്ട് നമുക്ക് കാണാം. ഇത്രയുമാണ് നമ്മുടെ അടുത്തുള്ള ലിപ്സ്റ്റിക് ഉള്ളത്. 5 ഷെയ്ഡാണ് നമുക്കുള്ളത്. ഞാൻ ഓരോ ഷെയ്ഡായിട്ട് പറഞ്ഞുതരാം. ഇത് നമ്മളെ പോപ്പുലർ ആയിട്ടുള്ള ഷെയ്ഡാണ് DLC025. ഇത് വന്നിട്ട് DLC029. പിന്നെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് DLC020. പിന്നെ വരുന്നത് DLC004. പിന്നത്തെ ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് DLC006. ഇത്രയും ഷെയ്ഡാണ് നമുക്ക് ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇതാണ് പുതിയ കുറച്ച് ഷെയ്ഡ്സ്. നമുക്ക് ഓരോന്നായിട്ട് കാണാം. നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് നോക്കാം. അപ്പൊ ഞാനിപ്പോൾ ഇട്ടിട്ടുള്ള ഷെയ്ഡ് ഞാൻ ഫസ്റ്റ് തന്നെ കാണിച്ചുതരാം. ഇതാണ് നമ്മുടെ പോപ്പുലർ ഷെയ്ഡ് ആയിട്ടുള്ള DLC025. ഇത് കുറേ ആൾക്കാർ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇത് കുറേ ആയിട്ട് ട്രെൻഡിങ് ആയിട്ട് കിടക്കുന്ന ഒരു ഷെയ്ഡാണ്. ഇത് നല്ലൊരു ന്യൂഡ് ഷെയ്ഡാണ്, ബ്രൗൺ അങ്ങനെ ഒരു വരുന്ന ഒരു ഷെയ്ഡാണ്. അപ്പൊ എല്ലാ സ്കിൻ ടോണിനും സൂട്ട് ആവുന്നുണ്ട്. ഞാൻ കുറെ സ്കിൻ ടോണിൽ ഇത് പരീക്ഷിച്ച് നോക്കി, ഇട്ട് നോക്കി. അപ്പൊ എല്ലാ സ്കിൻ ടോണിനും ഇത് സൂട്ട് ആവുന്നുണ്ടെന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ എടുത്തു പറയുന്നത് എല്ലാ സ്കിൻ ടോണിനും സൂട്ട് ആവുന്ന ഒരു അടിപൊളി ഷെയ്ഡാണ്. ഇത് കുറെ ആൾക്കാർ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. നല്ലൊരു ഒരു മോശം സ്മെല്ല് എന്നൊക്കെ കുറെ ആൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. നല്ലൊരു സ്മെല്ലായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തായാലും സ്മെല്ല്. അപ്പം ഇതാണ് ഞാൻ ഇട്ടിട്ടുള്ള ഷെയ്ഡ്. ഇത് ട്രാൻസ്ഫർ പ്രൂഫ് ആണോ ഒക്കെ ആൾക്കാർ ചോദിച്ചിട്ട് കുറെ വീഡിയോസ് അതിനെ കുറിച്ചൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ട്രാൻസ്ഫർ പ്രൂഫ് ആണോ എന്ന് ചോദിച്ചാൽ ഇട്ട് ഡ്രൈ ആയതിനു ശേഷം അത്യാവശ്യം ട്രാൻസ്ഫർ പ്രൂഫ് ആണ്. എന്നാൽ ലോങ് ലാസ്റ്റിംഗ് ആണെന്ന് വെച്ചാൽ ഒരുപാട് സമയം 1 or 2 hours ഒക്കെ ഇത് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഭക്ഷണം കഴിക്കാതെയോ അങ്ങനെയൊക്കെ ഇടുന്നതാണെങ്കിൽ കുറെ ടൈം ലാസ്റ്റ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു ഫുൾ ഡേ ഒക്കെ നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ഒന്ന് കഴിക്കുന്ന ഒന്നും ഇല്ലെങ്കിൽ മാത്രം, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് പോകും. അടുത്ത ഷെയ്ഡ് വരുന്നത് DLC004 ആണ്. ഇത് ഒരു ഗ്ലോയി ഫിനിഷ് ഉള്ള പോലത്തെ ഒരു ടൈപ്പ് ഓഫ് ഷെയ്ഡ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതിനും സെയിം സ്മെൽ തന്നെയാണ്, ഡിഫറൻസ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ആൻഡ് ഇത് അടിപൊളി ഒരു ലിപ്സ്റ്റിക് ആണ്. ഫീച്ചേഴ്സ് ഒക്കെ സെയിം ആണ്, സെയിം ഒരു ഇത് തന്നെയാണ്. നല്ലൊരു ഷെയ്ഡ് ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇതിപ്പം നിങ്ങൾക്ക് ലിപ്സിൽ ഇട്ടില് ക്ലിയർ ആയിട്ട് കാണുന്നതിനേക്കാളും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കളറാണ് ഇത് ഒറിജിനൽ ആയിട്ടുള്ളത്. നല്ലൊരു ഷെയ്ഡാണ്. അപ്പം എനിക്കിത് സൂട്ടാവുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. നേരിട്ട് വീഡിയോനെക്കാളും വേറെ തന്നെ ഒരു കളറാണ്, ഒരു വൈൻ അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് ഇത് വരുന്നത്. അടിപൊളി ഒരു ഷെയ്ഡാണ്. അടുത്ത ഷെയ്ഡ് വരുന്നത് DLC006 ആണ്. ഇതൊരു റെഡ് ഷെയ്ഡാണ്, ഒരു അടിപൊളി ഒരു റെഡ് ഷെയ്ഡാണ്. ഭയങ്കരമായിട്ടുള്ള ഒരു റെഡ് ഒന്നും അല്ലെങ്കിലും കുറച്ചൊരു ഡാർക്ക് ആയിട്ടുള്ള ഒരു റെഡ് തന്നെയാണ്. ഞാൻ റെഡ് അധികം യൂസ് ചെയ്യാത്ത ഒരാളാണ്. അപ്പം ഒരു റെഡ് ഷെയ്ഡ് നിൽക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ഇത് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇത് നല്ലൊരു റെഡ് കളർ തന്നെയാണ്. അപ്പം ഇതിനും അതേപോലെ സ്മെല്ലോ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് വരുന്നത്. ഇതും നമുക്ക് ഡ്രൈ ആയതിനു ശേഷം നമ്മൾ അപ്ലൈ ചെയ്ത പാട് ഉള്ളതിനേക്കാളും ഡ്രൈ ആവുന്നതിന് ശേഷം നമുക്ക് ഇതിന്റെ ഷെയ്ഡിൽ ഒരു ചെറിയ ഡിഫറൻസ് നമുക്ക് നേരിട്ട് ഫീൽ ചെയ്യും. ഡ്രൈ ആയിട്ടാണ് ഒരു അപ്ലൈ ചെയ്ത് ഒരു 2-3 minutes കഴിഞ്ഞിട്ടാണ് ഇതിന്റെ ഒറിജിനൽ ഷെയ്ഡ് നമുക്ക് നമ്മുടെ ലിപ്സിൽ കിട്ടാൻ പോകുന്നത്. അപ്പം ഇതാണ് നമ്മുടെ തേർഡ് ഷെയ്ഡ്. അടുത്ത ഷെയ്ഡ് വരുന്നത് DLC029 ആണ്. ഇതും ഒരു റെഡ് ഓർ വൈൻ മിക്സ് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഈ കാണുന്ന പോലെ ഇത് കുറച്ചൊരു ഡാർക്ക് ബ്രൗൺ റെഡ് അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് വരുന്നത്. മെറൂൺ കളർ ഷെയ്ഡാണ് വരുന്നത്. പക്ഷെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു ഡിഫറെന്റ് ആയിട്ട് വരുന്നത്. ഇനി ഇത് ഡ്രൈ ആയിട്ടാകുമ്പോൾ കുറച്ചും കൂടി ഒരു ഡിഫറൻസ് ഇതിൽ ഉണ്ടാകും. ഡ്രൈ ആയി കഴിഞ്ഞാലാണ് ഇത് നമുക്ക് ട്രാൻസ്ഫർ ഒന്നും ആവാണ്ട് നിൽക്കുന്നത്. ഇട്ടപാട് നമ്മളിങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നതാണെങ്കിൽ ട്രാൻസ്ഫർ ആവും, എന്തായാലും ട്രാൻസ്ഫർ ആവും. അപ്പൊ ഇതാണ് ഷെയ്ഡ്. ഇതും അടിപൊളി ഷെയ്ഡാണ്. ഇതിനൊക്കെ സെയിം സ്മെല്ലാണ് കേട്ടോ. സ്മെല്ലിലൊന്നും ഒരു ഡിഫറൻസും വരുന്നില്ല. ഇതാണ് ഇതിന്റെ ഷെയ്ഡ് വരുന്നത്. നല്ലൊരു ഷെയ്ഡാണ്. അപ്പൊ ഇതൊക്കെയാണ് 4th ഷെയ്ഡ്. നമുക്ക് അടുത്ത ഷെയ്ഡ് വരുന്നത് DLC020 ആണ്.
ഈ ഷെയ്ഡിന്റെ നെയിം തന്നെ റെഡ് ചില്ലി എന്നാണ്. അപ്പൊ ഞാനിത് എങ്ങനത്തെ ഷെയ്ഡ് ആയിരിക്കും എന്ന് അറിയാതെ ഞാൻ സെലക്ട് ചെയ്തത്. അപ്പം ഭയങ്കര ആ ഒരു കണ്ണടിക്കുന്ന ബ്രൈറ്റായിട്ടുള്ള റെഡ് ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. ഞാൻ വീഡിയോസിലൊക്കെ കണ്ടത് അങ്ങനത്തെ റെഡ് ആയിരുന്നു. ഭാഗ്യത്തിന് അങ്ങനെ ഒരു റെഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കുഴപ്പമില്ല, നമുക്കൊരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷെയ്ഡാണ്. നല്ലൊരു റിസപ്ഷൻ ലുക്കിനൊക്കെ നമുക്ക് ഈ ഷെയ്ഡ് നന്നായിട്ട് സൂട്ട് ആവും. നല്ലൊരു റെഡാണ്, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ് തന്നെയാണ്. എന്നാൽ ഞാൻ ഉദ്ദേശിച്ച അത്ര ഭയങ്കരമായിട്ടുള്ള റെഡ് അല്ല. അപ്പൊ ഇതാണ് ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത്. അടിപൊളി എന്ന് പറഞ്ഞാൽ നല്ല ഒരു റിസപ്ഷൻ ലുക്കിന് പറ്റിയ ഒരു ഷെയ്ഡാണ്. ഇതും നമുക്ക് എല്ലാം സെയിം ഫീച്ചേഴ്സ് ഒക്കെ സെയിം തന്നെയാണ്. ലാസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചായാലും ട്രാൻസ്ഫർ പ്രൂഫ് ആണോ, എല്ലാം സെയിം ഫീച്ചേഴ്സ് ഒക്കെയാണ് ഇതിന് വരുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ലിപ്സ്റ്റിക് കളക്ഷൻ, ഡാസ്ലർ ഓൾ ഡേ ലിപ് കളർ കളക്ഷൻ. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു, എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നതായിരിക്കുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടമെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ കാണുന്നത് ബൈ.